ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് 7ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷിലെ 3ാമത്തെ യൂണിറ്റ്, അതായത് എ ട്രിപ്പ് ടു എ ഹോട്ട് സ്പ്രിംഗ് എന്ന യൂണിറ്റിലെ കഥ മലയാളത്തിൽ പറയാൻ വേണ്ടിയാണ്. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? സമ്മർ വെക്കേഷൻ കെയിം ടു എൻ എൻഡ് ആൻഡ് ദ ഡേ ഓഫ് ദ ട്രിപ്പ് ടു ദ ഹോട്ട് സ്പ്രിംഗ് റിസോർട്ട് ഫൈനലി arrived. For the students, it was the most important event at Tomo. The trip was to a seaside school at the place called Toi on the Izu Peninsula in Shizuoka. There was a hot spring right in the sea where the children could both swim and take a hot bath. The trip would last 3 days and 2 nights. എന്താണ് പറയുന്നത്? സമ്മർ വെക്കേഷനിൽ, അതായത് നമുക്കിപ്പോൾ 2 മാസം പൂട്ടുമല്ലോ, മെയ് ഏപ്രിൽ മാസങ്ങളിൽ. അതേപോലെ സമ്മർ വെക്കേഷനിൽ ഈ ഒരു സ്കൂളിൽ നിന്ന് ടൂറ് പോവുകയാണ് ചെയ്യുന്നത്. എവിടെയാണ് ടൂറ് പോകുന്നത്? ഒരു സീ സൈഡിലാണ്, ബീച്ചിലേക്കാണ് ടൂറ് പോകുന്നത്. ഓക്കെ, എത്ര ദിവസത്തെ യാത്രയാണ്? 3 days and 2 nights. 3 days 3 പകലും 2 രാത്രിയുമാണ് ഇവർ ടൂറ് പോകാൻ വേണ്ടി തീരുമാനിച്ചത്. അങ്ങനെ 50 ഓഫ് ദ ടോമോ സ്റ്റുഡൻസ് ഈ യാത്രയിൽ പോകാൻ വേണ്ടി തീരുമാനിച്ചു. പിന്നെ എന്താ, ടോട്ടോ ചാനാണ് നമ്മുടെ കഥയിലെ നായിക. ടോട്ടോ ചാൻ റിയലി ഡിഡ് നോട്ട് നോ ഇഫ് ഹെർ മദർ വുഡ് ലെറ്റ് ഹെർ ഗോ. ടോട്ടോ ചാൻ അറിയില്ല അവളുടെ അമ്മ ഈ യാത്രയ്ക്ക് സമ്മതിക്കുമെന്ന്. ടോട്ടോ ചാനിന് അങ്ങനെ വലിയ ഉറപ്പൊന്നുമില്ല. എന്നിട്ട് അപ്പോൾ ടോട്ടോ ചാൻ വീട്ടിൽ വന്നിട്ട് അമ്മയോട് ചോദിക്കുന്നത്, മോം, മേ ഐ ഗോ ഫോർ ദ ട്രിപ്പ്? അമ്മേ, ഞാൻ ട്രിപ്പിന് പോയിക്കോട്ടെ? ഷി ആസ്ക്ഡ് ഹെസ്റ്റൻലി. ബട്ട് ഹെർ മദർ ഹാഡ് ഓൾറെഡി ഗോട്ട് ദ ഹെഡ് മാസ്റ്റർ ലെറ്റർ ആൻഡ് മെയ്ഡ് അപ്പ് ഹെർ മൈൻഡ് ടു ലെറ്റ് ടോട്ടോ ചാൻ ഗോ. അപ്പോൾ ഇവൾക്ക് ചോദിക്കുന്നതിന് മുൻപ് ഹെഡ് മാസ്റ്റർ ഇവളുടെ അമ്മയ്ക്കൊരു ലെറ്റർ അയച്ചിരുന്നു ഈ യാത്രയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അന്നേരം തന്നെ അമ്മ തീരുമാനിച്ചിരുന്നു എന്തായാലും ടോട്ടോ ചാനെ വിടാമെന്ന്. ഇനി ഹെഡ് മാസ്റ്റർ ആ യാത്രയ്ക്ക് പോകുന്നതിന് മുമ്പ് കുട്ടികൾക്കെല്ലാം നിർദ്ദേശം നൽകുകയാണ്. എന്താണ്? നൗ ദെൻ സെഡ് ദ ഹെഡ് മാസ്റ്റർ വെൻ ദേ ഹാഡ് ഓൾ അസംബിൾഡ് ടു സ്റ്റാർട്ട് ദ ട്രിപ്പ്. വി വർ ട്രാവലിംഗ് ബൈ ട്രെയിൻ ആൻഡ് ബൈ ഷിപ്പ് ആൻഡ് ഐ ഡോണ്ട് വാണ്ട് എനി ഓഫ് യു ടു ഗെറ്റ് ലോസ്റ്റ്. ഡു യു അണ്ടർസ്റ്റാൻഡ്? ഓൾ റൈറ്റ്, ഓഫ് വി ഗോ. That was the only instruction he gave, yet the children were amazingly well behaved in the train. Nobody ran up and down the cars, and the only talking was done quietly among those sitting next to each other. എന്താണ് ഹെഡ് മാസ്റ്റർ ഫസ്റ്റ് പറഞ്ഞത്? നമ്മൾ ഷിപ്പിലോ അല്ലെങ്കിൽ ട്രെയിനിലോ ഒക്കെ ആയിരിക്കും യാത്ര. അപ്പം നിങ്ങൾ അവിടെ പോയിട്ട് ബഹളം വെക്കാനൊന്നും പാടില്ല, അപ്പുറം ഇപ്പുറം ഓടിക്കളിക്കാനോ ഒച്ചത്തിൽ സംസാരിക്കാനോ ഒന്നും പാടില്ല. എല്ലാവരും നല്ല നിലയിൽ ബിഹേവ് ചെയ്യണമെന്നാണ് ഹെഡ് മാസ്റ്റർ നിർദ്ദേശം നൽകിയത്. The Tomo pupils had never been actually told how to behave in public, but somehow their school life had instilled into them the basic of decency and good behavior. Picked up litter wherever they found it, and never annoyed or disturbed others. The biggest surprise was Toto Chan. In her old school, she had done unimaginable things. She would even talk to musicians in the street out of the window in the മിഡിൽ ഓഫ് എ ക്ലാസ്. ഈ ടോമോയിലെ പീപ്പിൾസ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ അങ്ങനെ ഒരു ബിഹേവിയറിനെ പറ്റിയൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഈ സ്കൂളിലെ കുട്ടികളൊക്കെ നല്ല അച്ചടക്കമുള്ള കുട്ടികളാണ്. അങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു. പിന്നെ എന്താ പറയുന്നത്, ടോട്ടോ ചാന് ഇതൊരു വലിയ സർപ്രൈസാണ്. ടോട്ടോ ചാന് ഈ സ്കൂളിലേക്ക് ആദ്യമായിട്ട് വരുന്നതാണ്. ആദ്യം പഠിച്ച സ്കൂളിൽ ഇവൾ കുറച്ച് കുസൃതികളൊക്കെ ഒപ്പിച്ചിരുന്നു. അപ്പോൾ ഇപ്പം ഈ സ്കൂളിൽ വന്നതുകൊണ്ട് ആളാകെ മാറിപ്പോയി. അപ്പോൾ അമ്മ ടൂറിനും കൂടി വിട്ടതുകൊണ്ട് ഇവർക്ക് വളരെയധികം സന്തോഷമായി. ആദ്യം പഠിച്ച സ്കൂളിൽ നിന്ന് ജനലിലൂടെ, സ്കൂളിൻ്റെ ജനലിലൂടെ റോട്ടിലൂടെ പോകുന്ന മ്യൂസിഷ്യനൊക്കെ ആയിട്ട് സംസാരിച്ച് അങ്ങനെ വലിയൊരു ഇഷ്യൂ ഒക്കെ ആയി മാറിയിരുന്നു. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ ഈ സ്കൂളിലേക്ക് വരുന്നത്. At Tomo, from her first day, she was attentive in class and did her lessons properly. If any of the teachers from her old school saw her now, they would not believe their eyes. Surely it is not Toto Chan. ആദ്യത്തെ സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ ഇപ്പോൾ ഇവളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ടോട്ടോ ചാനൊന്നുമല്ല. കാരണം ഇവളിപ്പോൾ എല്ലാ ഹോംവർക്കും എല്ലാം നല്ല കൃത്യമായി ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ പറയുകയാണ്, ആദ്യത്തെ സ്കൂളിലെ ടീച്ചേഴ്സ് കണ്ടാൽ ഇത് ടോട്ടോ ചാൻ തന്നെയാണോ എന്ന് സംശയിക്കും. അത്രത്തോളം മാറ്റം വന്നിട്ടുണ്ട്. നെക്സ്റ്റ്, At Numazu, they embarked on a ship
that was just like what they had all dreamed about. It wasn't a big ship, but they were all so excited that they inspected every corner of the deck, pulling at and poking their hands into everything. ഇത് ഒരു വലിയ ഷിപ്പൊന്നും ആയിരുന്നില്ല, പക്ഷെ എന്നിരുന്നാലും കുട്ടികൾ ആ ഷിപ്പിൻ്റെ ഓരോ കോർണറിലും ഒക്കെ പോയി ഇങ്ങനെ തൊട്ടു നോക്കാനും ഒക്കെ തുടങ്ങി. But soon the sea became rough. ടോട്ടോച്ചാൻ began to feel sick, as did some others. കടൽ റഫായി എന്ന് പറഞ്ഞു. കടലിൻ്റെ ഉള്ളിലോട്ടേക്ക് ഷിപ്പ് പോയതോടെ കടൽ റഫായി. ആ സമയത്ത് ടോട്ടോച്ചാന് എന്തോ ഒരു സുഖമില്ലായ്മ ഫീൽ ചെയ്തു. അതേപോലെ തന്നെ മറ്റുള്ള കുട്ടികൾക്കും എന്തോ ഒരു ക്ഷീണം അനുഭവപ്പെട്ടു. When the ship rocked, one of the older boys stood amidship and ran from one side to the other, saying, "Oops!" It was so funny that the children couldn't help laughing, even though they felt so seasick. When they disembarked, the oops boy began to feel sick just when everyone else had recovered and was feeling fine. എന്താണ് പറയുന്നത്? അപ്പോൾ ആ സമയത്ത് ടോട്ടോച്ചാനും മറ്റു കുട്ടികൾക്ക് ക്ഷീണം അനുഭവപ്പെട്ടു. അന്നേരം ഒരു കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഷിപ്പ് കുലുങ്ങുന്ന സമയത്ത് ഈ കുട്ടി ഇങ്ങനെ വീഴാൻ വേണ്ടി നോക്കി. അപ്പോൾ എല്ലാവരും ചിരിച്ചു. കുട്ടികൾക്ക് കഴിയുന്നില്ലെങ്കിലും അവർ ചിരിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ അവസാനം അവർ ലാൻഡ് ചെയ്തു. ലാൻഡ് ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചത്? എല്ലാവരുടെയും ക്ഷീണം മാറി. നേരത്തെ ഓടിച്ചാടി കളിച്ച ആ കുട്ടിക്ക് ഇപ്പം എന്തോ ഒരു ക്ഷീണം അനുഭവപ്പെട്ടു. The spa to Toa was in a quite beautiful village on the sea surrounded by wooded hills. ഇവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു സ്പാ എടുത്തിരുന്നു. സ്പാ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു വീട് പോലത്തെ ഒരു റൂം. അത് നല്ല മനോഹരമായതാണ്. അതെങ്ങനെയാണ്? അതിന് ചുറ്റും വുഡഡ് എന്ന് പറഞ്ഞാൽ മരങ്ങളും കാടുകളും ഒക്കെ ഉള്ളതിൻ്റെ നടുവിലാണ് ഇവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു റൂം എടുത്തത്. After a short rest, the teachers took the children down for a swim in the sea. അങ്ങനെ ആ സ്പായിൽ കുറച്ച് സമയം റെസ്റ്റ് എടുത്തതിന് ശേഷം ടീച്ചർമാർ കുട്ടികളെയും കൂട്ടിയിട്ട് എവിടത്തേക്ക് പോയി എന്ന് പറയുന്നത്? ബീച്ചിലേക്ക് പോയി. ഇറ്റ് വാസൻറ്റ് ലൈക്ക് ദ സ്വിമ്മിംഗ് പൂൾ അറ്റ് സ്കൂൾ, സോ ദേ വോർ ദെയർ സ്വിമ്മിങ് സൂട്ട്. അങ്ങനെ സ്കൂളിലുള്ള സ്വിമ്മിംഗ് പൂൾ പോലെ ചെറുതൊന്നുമല്ല, ഇത് ബീച്ചാണല്ലേ, അപ്പോൾ വലുതായിരിക്കും. അങ്ങനെ എല്ലാവരും സ്വിമ്മിംഗ് സൂട്ടൊക്കെ ഇട്ട് തയ്യാറായി. The hot spring in the sea was most unusual. It was not enclosed, so there was no line separating the hot spring from the rest of the sea. If you crouched down where you were told the hot spring was, the hot water came up to your neck. എന്താണ് പറയുന്നത്? ഇവരങ്ങനെ സ്വിമ്മിങ് സൂട്ടൊക്കെ ഇട്ട് ബീച്ചിലേക്ക് നീന്താൻ വേണ്ടി പോയി. അപ്പോൾ ഒരു സെപ്പറേറ്റ് ലൈനൊന്നും ഇല്ല. സ്വിമ്മിംഗ് പൂളാകുമ്പോൾ ഒരു മാറ്റം ഉണ്ടാവും അല്ലേ, ഒരു ലൈന് പോലെയല്ല ഉണ്ടാവും. പക്ഷേ ഇവിടെ സീയും കടലും തമ്മിലൊരു വ്യത്യാസമൊന്നുമില്ല, അതായത് ഒരു സെപ്പറേഷനൊന്നും ഇല്ല. അപ്പോൾ എല്ലാവരും ആ ഹോട്ട് വാട്ടറിൽ നല്ല എൻജോയ് ചെയ്തു. അവരെവിടം വരെ ഉണ്ടായിരുന്നു വെള്ളം എന്ന് പറയുന്നത്? നെക്ക് വരെ വെള്ളമുണ്ടായിരുന്നു. ഇനി അടുത്ത് എന്താണ് പറയുന്നത്? ഇറ്റ് ഫെൽറ്റ് ലവ്ലി ജസ്റ്റ് ലൈക്ക് ബീയിങ് എ ഹോട്ട് ബാത്ത് അല്ലേ. ഇതൊരു നല്ലൊരു സുഖമുള്ള അനുഭവമാണ്, നല്ലൊരു ചൂടുള്ള ഒരു കുളി കഴിഞ്ഞതുപോലെ. ഓക്കെ, in those days the seashore was so deserted, it was like being on their own private beach. The children reveled in this unusual hot spring sea bathing. അപ്പോൾ ഇവർ സ്വന്തമായിട്ട് വന്നതുപോലെയാണ്, കാരണം പുറത്തുള്ള ആൾക്കാർ ആരുമില്ല. ഇവരുടെ സ്വന്തം ബീച്ച് പോലെ ഇവർ മാത്രമേ മെയിനായിട്ട് അവിടെ ഉള്ളൂ എന്നാണ് പറയുന്നത്. When they got back to the house in the evening after staying in the water so long, their fingers were a mass of wrinkles each night once they were tucked into their quilts. അപ്പോൾ എന്താ പറയുന്നത്? അങ്ങനെ കുറേ സമയം വെള്ളത്തിലൊക്കെ കളിച്ചതിന് ശേഷം ഇവരെ റൂമിലേക്ക് വന്നു. എല്ലാവരും പുതപ്പിൻ്റെ ഉള്ളിൽ കൂടാൻ വേണ്ടി തുടങ്ങി. എന്താണ് ക്വിൽസ് എന്ന് പറഞ്ഞാൽ പുതപ്പ്, നല്ല തണുപ്പുണ്ട്. പിന്നെ കൈകളൊക്കെ ഇങ്ങനെ ചുളിഞ്ഞിട്ടുണ്ട്. കുറേ സമയം വെള്ളത്തിൽ കളിച്ചാൽ നമ്മുടെ കൈയൊക്കെ പൊതിർന്ന് ചുളിഞ്ഞ പോലെ ഉണ്ടാവും. അതേപോലെയാണ് എല്ലാവരുടെയും കൈകളൊക്കെ ആയിട്ടുള്ളത്. അങ്ങനെ എല്ലാവരും പുതപ്പിൻ്റെ ഉള്ളിൽ കൂടാൻ വേണ്ടി തുടങ്ങി. The children took turns telling ghost stories. Toto-chan and the other first graders got so frightened that they cried. അങ്ങനെ ഇവർ പുതപ്പിൻ്റെ ഉള്ളിൽ കൂടിയതിന് ശേഷം കഥകൾ പറയാൻ തുടങ്ങി. എങ്ങനെയുള്ള കഥകളാണ് പറയുന്നത്? ഗോസ്റ്റ് സ്റ്റോറീസ് അല്ലേ, പ്രേതത്തിൻ്റെയൊക്കെ കഥകളാണ് പറയുന്നത്. അത് കേട്ടപ്പോൾ ടോട്ടോച്ചാനും കുറച്ച് ആൾക്കാർക്കും പേടി തോന്നി. But in spite of their tears, they would ask, and then what happened? എന്താണ്, ഇവരങ്ങനെ പേടിച്ചിട്ട് കരയാൻ വേണ്ടി തുടങ്ങി. എന്നാലും ഇവർക്ക് പേടിയില്ല എന്ന് ധരിപ്പിക്കാൻ വേണ്ടി ഇവർ ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കും, പിന്നെ എന്താ സംഭവിച്ചേ? അപ്പോൾ ഇവർ കഥയിൽ ശ്രദ്ധിക്കുന്നുണ്ട്, ഇവർക്ക് പേടിയൊന്നും ഇല്ല എന്നറിയാൻ വേണ്ടി ഇവർ പിന്നെ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കും.
Unlike a camping inside the school and the bravery test, the 3 days stay at Tospawa a റിയൽ ലൈഫ് എക്സ്പീരിയൻസ്. അങ്ങനെ സ്കൂളിലുള്ള വർക്കുകളിൽ നിന്നൊക്കെ റിലാക്സ് ചെയ്യാൻ വേണ്ടി ഇവർ 3 ദിവസം ആ സ്പായിൽ നല്ലോണം എൻജോയ് ചെയ്തു എന്നാണ് പറയുന്നത്. ആ വർക്കിൻ്റെ ടെൻഷനെല്ലാം ഒഴിവായി എന്നാണ് പറയുന്നത്. There was a forest full of cicadas and a shop where you could buy പോപ്സിക്കിൾസ്. പിന്നെ എന്താ പറയുന്നത്, അവർ ആ നിൽക്കുന്ന സ്ഥലത്ത് ഒരു തരം പ്രാണികൾ ഒരുപാടുണ്ടായി. ഒരു കാടാണ് അല്ലേ, ആ കാട്ടിൻ്റെ അടുത്ത് എവിടെ എന്തുണ്ടായിരുന്നു, പ്രാണികളുണ്ടായിരുന്നു. അതാണ് സിക്കാഡാസ് എന്ന് പറഞ്ഞത്. പിന്നെ അവരെന്ത് വാങ്ങി കഴിച്ചു, പോപ്സിക്കിൾസ് വാങ്ങി കഴിച്ചു. പോപ്സിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഐസ് ഉണ്ടല്ലോ, ഐസൊക്കെ വാങ്ങി കഴിച്ചു. And they met a man on the beach who was building a big wooden boat all by himself. It was already boat-shaped. The first thing each morning they did was to run down to the beach to see how much more he had done. The man gave Totochan a very long and curly wood shaving. എന്താ പറയുന്നത്, അപ്പോൾ ഇവർ റൂമിൻ്റെ അടുത്തായിട്ട് ഒരാളുണ്ട്. അയാൾ സ്വന്തമായിട്ട് ബോട്ടൊക്കെ നിർമ്മിക്കുന്ന ആളാണ്. അയാൾ ബോട്ട് നിർമ്മിക്കുന്നത് ഇവരെപ്പോഴും ഓടിപ്പോയി നോക്കും. എന്നിട്ട് അതിൻ്റെ വർക്കൊക്കെ പൂർത്തിയായോ എന്ന് ചെക്ക് ചെയ്യലാണ് ഇവരുടെ പണി. അപ്പോൾ ആ സമയത്ത് എന്താണ്, ടോട്ടോച്ചാന് ഇയാളൊരു വുഡിൻ്റെ പീസ്, അല്ല വുഡ് ഇങ്ങനെ ചെത്തിയിട്ടാൽ ചുരുള പോലെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള ഒരു വലിയ നീളമുള്ള ഒരു പീസ് ടോട്ടോച്ചാന് കൊടുത്തു. However, a souvenir photograph asked the headmaster when they were to leave. They had never had a photograph taken of all of them together and the children were excited at the idea. അങ്ങനെ ഹെഡ് മാസ്റ്റർ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും ഒരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടികളൊക്കെ വളരെ എക്സൈറ്റഡായി. ആദ്യമായിട്ടാണ് ഇവർ ടൂറിന് വന്നിട്ട് എല്ലാവരും കൂടി ഒന്നിച്ചൊരു ഫോട്ടോ എടുക്കുന്നത്. അങ്ങനെ ഹെഡ് മാസ്റ്റർ ഫോട്ടോ എടുക്കാൻ വേണ്ടി ക്യാമറയൊക്കെ ആയി തയ്യാറായി നിന്നപ്പോൾ ഒരു കുട്ടി പറഞ്ഞു എനിക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന്. Then someone else had his gents shoes on the wrong feet and had to change them around. When he finally said that everyone is ready, 1 or 2 of the children were lying on the ground. They had become tired of holding their poses so long. It was a big problem getting everyone ready for the photograph. The whole process took a very long time. ബാത്റൂമിൽ പോയ കുട്ടി വന്നതിന് ശേഷം പിന്നെയും ഫോട്ടോ എടുക്കാൻ തയ്യാറായപ്പോൾ ഒരു കുട്ടി പറഞ്ഞു ആർക്ക് ഫോട്ടോ എടുക്കല, എൻ്റെ ഷൂ മാറിപ്പോയി, അപ്പുറത്തെ കാലം ഇപ്പുറം ഇപ്പുറത്തെ കാലം അപ്പുറം ഇട്ടുപോയി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാറി. അങ്ങനെ അത് റെഡി ആയിട്ട് പിന്നെയും ഫോട്ടോ എടുക്കാൻ തയ്യാറായപ്പോൾ കുറേ കുട്ടികൾ ഇത്രയും സമയം പോസ് ചെയ്തിട്ട് മടുത്തിട്ട് അവരിങ്ങനെ പൂഴിയിൽ കിടക്കുകയാണ്. അങ്ങനെ ഈ പ്രോസസ്സ് നീണ്ടുപോയി. അവസാനം ഹെഡ് മാസ്റ്റർ ഒരു നല്ല ഫോട്ടോ എടുത്തു. അവസാനം എന്താ പറയുന്നത്, അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്തു. എല്ലാവരും ഹാപ്പിയായി. ടോട്ടോച്ചാൻ നെവർ ഫോർഗെറ്റ് ദാറ്റ് ഫസ്റ്റ് ഹാപ്പി സമ്മർ വെക്കേഷൻ. ടോട്ടോച്ചാൻ്റെ ആദ്യത്തെ സമ്മർ വെക്കേഷനാണ്. അവളുടെ ജീവിതത്തിൽ ഇതൊരു മറക്കാൻ പറ്റാത്ത അനുഭവമായി മാറിയെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ സ്റ്റോറി. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഥവാ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും കാണുക. താങ്ക്